നമസ്കാരം. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ആയതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ബജറ്റിനെ കേരളം ഒന്നടങ്കം വളരെ ഗൗരവത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. സഭാ ടിവിയിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് വി.ഡി. സതീശന്റെ ബജറ്റ് അവതരണം കേട്ടുകൊണ്ടിരുന്നത്. വടക്ക് നിന്ന് ആരംഭിച്ചാൽ കാസർഗോഡ് ജില്ലയ്ക്ക് എന്ത് എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്. എല്ലാ കാലഘട്ടത്തിലും കാസർഗോഡ് എന്ന ജില്ല അവഗണിക്കപ്പെട്ടു എന്ന പരാതി നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഏതു സർക്കാരിനും വളരെ കൃത്യമായി ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചാൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയിൽ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സങ്കേതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജില്ലയിൽ വികസനത്തിൻ്റെ പുതിയ ചക്രവാളം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കാസർഗോഡ് എന്ന ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളും പാക്കേജുകളും പരിഷ്കരണ നടപടികളും നടപ്പിലാക്കുന്നതിൽ മുൻകാല സർക്കാരുകൾ പരാജയപ്പെട്ടു. അവിടെ വേറിട്ട് നിൽക്കുന്ന ഏക ചിന്ത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ പ്രഭാകരൻ കമ്മീഷൻ മാത്രമാണ്. ആ പ്രഭാകരൻ കമ്മീഷന്റെ പേരിലാണ് 11,123 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് രണ്ടും പരിപൂർണമായി നടപ്പിലാക്കാൻ ഇന്നേ വരെ ഈ വടക്കൻ ജില്ലയ്ക്ക് സാധിച്ചില്ല. പ്രഭാകരൻ കമ്മീഷനിലെ മഹാഭൂരിപക്ഷം പദ്ധതികളും അസ്ഥാനത്തായി നിൽക്കുകയാണ്. ഇതിനകത്ത് അനുവദിക്കപ്പെട്ട ഫണ്ടിൽ വലിയ ഭാഗം ഫണ്ടും ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയാതെ മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, അതിൻ്റെ സ്ഥിതി ഏറെ ദയനീയമാണ്. ഒരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നിലവാരം പോലും പുലർത്താൻ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് സാധിച്ചില്ലെങ്കിലും ആ മെഡിക്കൽ കോളേജിൽ കുട്ടികൾ ചേർന്നു പഠിക്കുന്നത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നമാണ്. ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നുള്ള ചിന്ത സർക്കാരുകൾ തുടർച്ചയായി പങ്കുവച്ചുവെങ്കിലും ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സങ്കടങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ ഒരു സർക്കാരിനും സാധിച്ചില്ല. ഇന്ന് വി.ഡി. സതീശന്റെ ബജറ്റ് അവതരണത്തിൽ ചില പ്രതീക്ഷകൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് പുതുതായി തിരുവനന്തപുരത്തും ഹരിപ്പാട്ടും ആരംഭിക്കുന്ന 2 മെഡിക്കൽ കോളേജുകളോടൊപ്പം കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പുനരുദ്ധാരണത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിനും വേണ്ടി മൊത്തത്തിൽ 100 കോടി രൂപ മാറ്റിവെക്കും എന്ന് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതിലൊന്ന് ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ അവതരിപ്പിക്കും എന്നാണ്. പക്ഷേ ഒരു നിശ്ചിത തുക അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ലെങ്കിലും ഏറെ പ്രതീക്ഷയോടുകൂടി കാസർഗോഡ് ഈ വാക്കുകളെയും കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ഇതിനെല്ലാം അപ്പുറം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനർവിന്യാസവും പുനരധിവാസവും വളരെ കൃത്യതയോടുകൂടി സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന വാഗ്ദാനമാണ് ഇന്നത്തെ ബജറ്റിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വിനീതമായി ഒരുപക്ഷെ കാസർഗോഡ് ജില്ലക്കാർക്ക് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത് മലബാറിലേക്കൊരു സ്പോർട്സ് സ്റ്റേഡിയം എന്ന് പറയുന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നു. മലബാർ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് അത് ആരംഭിക്കും. മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വയനാടുമെല്ലാം മലബാറിന്റെ ഭാഗമായി വരുമ്പോൾ ഒരു മന്ത്രിയെപ്പോലും ലഭിക്കാതെ പോയ സങ്കടം നിലനിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. വികസന ചക്രവാളത്തിൽ പലപ്പോഴും പിന്നോട്ട് പോയ ഒരു ജില്ല. പക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമിയുമെല്ലാം നിലനിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. 2500-ലധികം ഏക്കർ ഭൂമിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയായി കാസർഗോഡ് ജില്ലയിലുള്ളത്. അത്ര തന്നെ റവന്യൂ ഭൂമിയും ഈ ജില്ലയിലുണ്ട്. അങ്ങനെയെങ്കിൽ
ഈ പറയുന്ന ഫുട്ബോൾ സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയം, അത് കാസർഗോഡിന് തന്നെ വേണം എന്ന ആവശ്യം ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാസർഗോട്ടെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളാണ്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടെത്തിയ സ്ഥലം കോഴിക്കോട്ടായിരുന്നു. സർക്കാർ മേഖലയിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ല, സ്വകാര്യ മേഖലയിൽ നിരവധിയായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നിലനിൽക്കുന്ന കോഴിക്കോട് ജില്ല, ആ കോഴിക്കോട് ജില്ലയ്ക്ക് മറ്റൊരു എയിംസ് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. അവിടെയാണ് നിരവധി ആളുകൾ ചികിത്സ കിട്ടാതെ ഇപ്പോഴും മരിച്ചു വീഴുന്ന കാസർഗോഡിന്റെ മണ്ണിലേക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുവരണം എന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ബജറ്റിൽ ഈ ഒരു കാര്യം പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സംസ്ഥാന സർക്കാർ പുതുതായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ നൽകുന്ന സ്ഥലത്തിന്റെ ലിസ്റ്റിൽ പ്രഥമ പരിഗണനീയമായിട്ടുള്ള സ്ഥലമായി കാസർഗോഡ് നൽകണം എന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അവിടെ നമുക്കറിയാം, പെരിയയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കേന്ദ്ര സർക്കാർ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജിന് വേണ്ടി 300 ഏക്കറിലധികം സ്ഥലം അന്ന് മാറ്റിവെച്ചതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സൂപ്പർ മെഡിക്കൽ കോളേജും അവിടെ വന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലഘട്ടത്തിലും അവഗണനയുടെ കൈപ്പുനീർ കുടിക്കുന്ന ഒരു ജില്ലയ്ക്ക് ആശ്വാസമായി മാറാൻ, അതുവഴി കർണാടക ലോബിയുടെ പിടുത്തത്തിൽ നിന്ന് മലബാറിലെ രോഗികളെ രക്ഷിക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാസർഗോഡ് വരണം എന്നാഗ്രഹിച്ചാൽ അത് തെറ്റു പറയാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ കാസർഗോഡിന്റെ ടൂറിസം മേഖല വളരെ സമൃദ്ധമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടൂറിസം സങ്കേതമാണ് കാസർഗോഡ്. പ്രത്യേകിച്ച് കാസർഗോഡിന് ഒരു സ്റ്റേറ്റിന്റെ തന്നെ ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. സപ്തഭാഷ സംഗമഭൂമി എന്ന് കാസർഗോഡിനെ വിളിക്കുന്നവരാണ് ധാരാളമായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമിയുടെ ലഭ്യത ഉള്ള ജില്ലയാണ് കാസർഗോഡ്. ആ കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള, റാണിപുരം ഉൾപ്പെടെയുള്ള ടൂറിസം സങ്കേതങ്ങൾ നിലനിൽക്കുന്നത്. പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ തെയ്യം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന കലകളെ ലോകത്തിന്റെ മുമ്പിലെത്തിക്കാനുള്ള പ്രത്യേക പദ്ധതികൾ ടൂറിസം സാംസ്കാരിക മേഖലയ്ക്ക് സ്വാഭാവികമായും നടപ്പിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും സമൃദ്ധമായ ഒരു സംസ്ഥാന സർക്കാരിന് അതിൻ്റെ വികസന പന്ഥാവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ജില്ല എന്നുള്ള രീതിയിൽ ഈ ജില്ലയെ കൂടുതൽ ശക്തമായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കണം എന്നുള്ളതാണ് കാസർഗോഡ് ജില്ലയുടെ വിനീതമായ അഭ്യർത്ഥന.